Discourse markers. Discourse markers are words that are used to connect one discourse to another. So, what is a discourse? Discourse in the a unit of language which could be more than a sentence. അതായത് ഒരു conversation ഒരു discourse ആണ്. Okay, which may where you have more than one utterance. അതായത് നിങ്ങൾ വഴി ചോദിക്കുന്നു, അയാൾ വഴി പറയുന്നു, നിങ്ങൾ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ഡിസ്കോഴ്സ്. അതിൽ 3 utterance ഉണ്ട്. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് കുഡ് ബി ആസ് ലെങ്തി ആസ് എ നോവൽ. കുറെ ഇപ്പൊ നിങ്ങൾ ഒരാളെ വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഫോർ ഓൾമോസ്റ്റ് an hour, you can say that it is also a discourse. So a discourse could be as short as a conversation consisting 3 to 4 utterances, or as long as a lengthy piece of writing like a novel. Discourse markers are used to connect one discourse to another. അതായത് നിങ്ങൾ ലെങ്തി സെന്റൻസ് അല്ലെങ്കിൽ ലെങ്തി കോൺവെർസേഷൻ നടത്തുകയാണെങ്കിൽ how do you connect one sentence to another? You have to use discourse markers to connect those sentences. Why do we use discourse markers? Discourse markers are expressions used to connect ideas. Or idea is, if you have to connect one idea to another, you need to use discourse markers. It is used to connect parts of speech or writing to emphasize certain things. ഇപ്പൊ ഒരു കാര്യം എംഫസൈസ് ചെയ്യണമെങ്കിൽ, ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ with giving examples, you can use discourse markers. To deviate from one idea to the next, to link what you already mentioned with what you are going to mention. ഒരു ഐഡിയയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യണമെങ്കിൽ, അതേപോലെ നേരത്തെ പറഞ്ഞ ഒരു ഐഡിയയിൽ നിന്ന് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഇനി പറയാൻ പോകുന്ന കാര്യത്തിന് രണ്ടിനെയും ലിങ്ക് ചെയ്യിക്കണമെങ്കിൽ ഒക്കെ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉപയോഗിക്കണം. Then discourse markers are also known as sentence connectors, linking words, linking phrases, transition signals. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളോട് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്താണെന്ന് മാത്രമായിരിക്കില്ല ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളോട് സെന്റൻസ് കണക്ടേഴ്സ് എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. സംടൈംസ് യു മൈറ്റ് ബി ആസ്ക്ഡ് ടു ഡിഫൈൻ ട്രാൻസിഷൻ സിഗ്നൽസ്. അപ്പൊ ഈ 4 പേരുകളും ഡിസ്കോഴ്സ് മാർക്കേഴ്സിനെയാണ് കാണിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അറിയുന്ന കാര്യം വിട്ടുപോകാണ്ടിരിക്കുക. അപ്പം they are also known as sentence connectors, linking words, linking phrases, and transition signals. And there are formal and informal discourse markers. Formal and informal discourse markers ഉണ്ട്. അതേപോലെ തന്നെ appropriate use of discourse markers. എപ്പോഴും നിങ്ങളൊരു ലെങ്തി പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ദാറ്റ് ലാസ്റ്റ് മോർ ദാൻ 3 to 4 utterances, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ in order to present your ideas in a very structured manner, you need to use discourse markers. ഒരു ലോജിക്കലായിട്ട് ഒരു കാര്യം ലോജിക്കലായിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇത് ചെയ്തു, പിന്നെ ഞാൻ ഇത് ചെയ്തു, പിന്നെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു യൂസ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. എന്ന് വെച്ചിട്ട് ഓരോ സെന്റൻസിലും ഓരോ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉപയോഗിക്കുന്ന പോലെ ഒരിക്കലും ചെയ്യരുത്. Excessive use of discourse markers will make your writing look more artificial. അപ്പം എക്സസീവ് യൂസ് ഒരിക്കലും പാടില്ല, കുറച്ച് മാത്രം ഉപയോഗിക്കുക. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് you use discourse markers in your writings. The main function of discourse marker is to establish connections or relationship between ideas. ഇതാണ് ഡിസ്കോഴ്സ് മാർക്കറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ഡിസ്കോഴ്സ് മാർക്കർ ഡിഫൈൻ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ യു നീഡ് ടു റൈറ്റ് ഓൾ ദീസ് പോയിന്റ്സ്. അതായത് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും കൂടാതെ സെക്കൻഡ് സ്ലൈഡിൽ പറഞ്ഞ ഈ കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുമ്പോൾ എഴുതണം. സംടൈംസ് യു മൈറ്റ് ബി ആസ്ക്ഡ് ടു യൂസ് a single discourse marker. അതായത് പല ഡിസ്കോഴ്സ് മാർക്കേഴ്സിനും പല പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് പറഞ്ഞിട്ട് അതിലുള്ള അതായത് യൂസ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ദാറ്റ് ആർ യൂസ് ടു സ്ട്രക്ചറിങ് ഐഡിയാസ്, അത് നമ്മൾ കുറച്ചും കൂടെ പഠിക്കും. ദർ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. ദിസ് ഇസ് എ ടേബിൾ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഗോ ത്രൂ ദിസ് ടേബിൾ. It is informal discourse markers. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന വാക്കാണ്. All these words are informal discourse markers. നിങ്ങൾക്ക് അറിയുന്നതായതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ടെക്സ്റ്റിൽ ഒന്ന് നോക്കുക. You have to be more concerned about formal discourse markers.
അതായത് ഇൻഫോർമൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഫോർമൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് യൂസ് ചെയ്യാൻ പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദീസ് ആർ ഓൾസോ വേർഡ്സ് ദാറ്റ് യു ആർ വെരി ഫെമിലിയർ വിത്ത്, ബട്ട് യു നീഡ് ടു മെമ്മറൈസ് സം ഓഫ് ദീസ് വേർഡ്സ്. അതായത് ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇതിലും കൂടുതൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉണ്ട്, ഫോർമൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ടേബിളിൽ തന്ന ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് യു മൈറ്റ് ബി ആസ്ക്ഡ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. അതായത് ഈ ആസ് എ റിസൾട്ട് വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഫെർദർ മോർ വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കാനായിരിക്കും ചിലപ്പോൾ നിങ്ങളെടുത്ത് പറയുന്നുണ്ടാവുക. സോ വാട്ട് ആർ ദീസ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഫോർ? നമ്മൾ പറഞ്ഞു ഓരോ ഡിസ്കോഴ്സ് മാർക്കേഴ്സിനും ഓരോ പേർപ്പസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എന്താണ് ആ പേർപ്പസ്? വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്? ഓരോ ഡിസ്കോഴ്സ് മാർക്കേഴ്സിനും ഓരോ പേർപ്പസ് ആയിരിക്കും. പക്ഷെ ഒരേ ഡിസ്കോഴ്സ് മാർക്കർ പല പേർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ലെറ്റ്സ് സീ. ഇതാണ് ദ യൂസസ്. It is used for sequencing ideas, balancing contrasting points, introducing a new idea, giving concessions and similar ideas. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡ് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ചെക്ക് ഇറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ലുക്ക് ഇറ്റ് അപ്പ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ ബെറ്റർ വേ. ഞാൻ ഇവിടെ അതിന് തൊട്ട് താഴെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ് ചെയ്തത്. മറ്റു വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. So, sequencing ideas. What are the discourse markers used to sequence an idea? അതായത് നിങ്ങൾ ഒരു സീക്വൻസ്, ഒരു പ്രത്യേക സീക്വൻസിലാണ് പറയാൻ പോകുന്നത്, ഒരു പ്രത്യേക ഓർഡറിലാണ് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ഹാവ് ടു യൂസ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് കോൾഡ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ലൈക്ക് ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി, എക്സെട്ര. ഇങ്ങനെയൊക്കെ പറയാം. യു ക്യാൻ ഓൾസോ യൂസ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ലൈക്ക് ഫർദർ മോർ. അതായത് തേർഡ്ലി കഴിഞ്ഞാൽ പിന്നെ ഫോർത്ത്ലി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ യു ക്യാൻ റൈറ്റ് ഫർദർ മോർ, മോർ ഓവർ, ഇതൊക്കെ പറയാം. അതേപോലെ തന്നെ ടു ബാലൻസ് കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ് യു ക്യാൻ റൈറ്റ് ഓൺ ദ വൺ ഹാൻഡ്, ഓൺ ദ അതർ ഹാൻഡ്. ഓൺ ദ വൺ ഹാൻഡ് ദ സ്റ്റുഡൻസ് ആർ വെൽ എഡ്യൂക്കേറ്റഡ്, ഓൺ ദ അതർ ഹാൻഡ് ദർ ഇസ് എ ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ കേരള. രണ്ടും കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ് ആണ്. ഇതെങ്ങനെ രണ്ട് സെന്റൻസിലായിട്ട് ഒരേ പാരഗ്രാഫിൽ പറയാം? അത് നമ്മൾ രണ്ട് സെന്റൻസും തട്ടിച്ച് നോക്കുന്നത് പോലെയാണ്. ഓൺ ദ കോൺട്രറി ഇസ് ഓൾസോ യൂസ് ടു ഷോ കോൺട്രഡിക്ഷൻ. ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഐഡിയ. ടു ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഐഡിയ കൊണ്ടുവരാം. ഒരു പുതിയ പാരഗ്രാഫ് ഒക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ ടു ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. Giving concessions or similar ideas. Concessions means giving examples or similar ideas in the same way. അതേപോലെ തന്നെ for instance, therefore, in the same way. ഇതെല്ലാം കൺസെഷൻസും സിമിലർ ഐഡിയാസും കൊടുക്കാനും ഉപയോഗിക്കാം. ക്ലാരിഫൈയിങ്, എംഫസൈസിങ് ഓർ സോഫ്റ്റനിങ് എ പോയിന്റ്, ഇതിനു വേണ്ടിയും ഉപയോഗിക്കാം. സോഫ്റ്റനിങ് എ പോയിന്റ് മീൻസ് ക്ലാരിഫൈയിങ്. അതായത് എക്സാമ്പിൾ കൊടുത്ത് ഒരു കാര്യത്തിനെ എംഫസൈസ് അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനും ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉപയോഗിക്കാം. ഫോർ ഇൻസ്റ്റൻസ്, therefore, in the same way, on the whole. പ്രസന്റിങ് എ കൗണ്ടർ ആർഗ്യുമെന്റ്. അതായത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഇൻ സ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ്, ദിസ് ഓർ ദാറ്റ്. ഇൻ സ്പൈറ്റ് ഓഫ് എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇൻ സ്പൈറ്റ് എന്ന് പറയുന്ന രണ്ട് വാക്കാണ്. ഇൻ സ്പൈറ്റ് ഇസ് ഓൾവേസ് ഫോളോഡ് വിത്ത് ഓഫ്. ഇൻ സ്പൈറ്റ് കഴിഞ്ഞാൽ എപ്പോഴും ഓഫ് എഴുതണം. ഓൺ ദ അതർ ഹാൻഡ്, despite is a single word. In spite of and despite can be used interchangingly. രണ്ടിനും ഒരേ മീനിങ് ആണ്, മാറി മാറി ഉപയോഗിക്കാം. In spite of heavy rains in Kerala, we experienced drought this year. കനത്ത മഴ ഉണ്ടായിട്ടും ഈ വർഷം വരൾച്ച അനുഭവപ്പെട്ടു. അങ്ങനെ രണ്ട് കൗണ്ടർ ആർഗ്യുമെന്റ് ആണ്, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Then changing of subject. ഒരു കാര്യം അടുത്ത വേറൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ however എന്ന് തുടങ്ങിയിട്ട് പറയാം. Dismissing a previous argument or claim. Same, in spite of this or that, despite this or that. പ്രീവിയസ് ആർഗ്യുമെന്റ് ഡിസ്മിസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഇൻ സ്പൈറ്റ് ഓഫ് ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കാം. ഇൻ സ്പൈറ്റ് ഓഫ് ഹെവി റെയിൻസ് ഇൻ കേരള വി എക്സ്പീരിയൻസ് ഡ്രോട്ട്. ആ ഹെവി റെയിൻസ് എന്നതുകൊണ്ട് അതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെന്റൻസ്, ഈ ഒരു ഡിസ്കോഴ്സ് മാർക്കർ ഉപയോഗിക്കുന്നത്. ദെൻ യു ക്യാൻ ആഡ്
add new points by using in addition or incidentally. You can use to a great extent if you have to persuade someone or something. Then സ്ട്രക്ചറിങ്, നമ്മൾ സീക്വൻസിങ് പറഞ്ഞതുപോലെ തന്നെയാണ് സ്ട്രക്ചറിങ്. ഒരു പ്രത്യേക സ്ട്രക്ചറിൽ നിങ്ങൾക്കത് പറഞ്ഞു വെക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഫർദർ മോർ ഓവർ ഒക്കെ യൂസ് ചെയ്യാം. ജനറൽ ആയിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു ജനറലൈസ് സംതിങ് യു ക്യാൻ യൂസ് ദ ഡിസ്കോഴ്സ് മാർക്കർ ഇൻ ജനറൽ. ഫോർ ഗിവിംഗ് എക്സാമ്പിൾ യു ക്യാൻ യൂസ് ഫോർ ഇൻസ്റ്റൻസ്. If you have to sum up or draw a conclusion, which you do at the end of every essay or a paragraph, you can use therefore as a result to sum up, in conclusion, on the whole. മൊത്തത്തിൽ on the whole. ഇതൊക്കെ അവസാനം ഉപയോഗിക്കുന്നതാണ്. either as the last sentence, either in the last sentence of a paragraph or in the last paragraph of an essay. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ആസ് യു ഹവ് സീൻ, ഒരേ വാക്ക് റിപ്പീറ്റഡ് ആയിട്ട് പല പേർപ്പസിനും വരുന്നുണ്ട്. അത് ആ വാക്കിന് അത്രയും പേർപ്പസ് ഉള്ളത് കൊണ്ടാണ്. അതായത് ഫോർ ഇൻസ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗിവിംഗ് എക്സാമ്പിൾ, ഫോർ എംഫസൈസിങ് എ പോയിന്റ്, ഫോർ ക്ലാരിഫയിങ് തിങ്സ്, ഫോർ എക്സ്പ്രസിങ് സിമിലർ ഐഡിയാസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സ്ട്രക്ചറിങ് എന്ന് പറയുമ്പോൾ സീക്വൻസിങ് ആയിട്ടുള്ളതും പറയാം. അതേപോലെ തന്നെ സ്ട്രക്ചർ ചെയ്യുന്ന കാര്യങ്ങൾ ഫർദർ മോർ ഓവർ ഇത് പറയാം. ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. ഇൻ അഡീഷൻ, ഇൻസിഡന്റലി, ഗിവിംഗ് എക്സാമ്പിൾസ് പറയാം. ഇതെല്ലാം സ്ട്രക്ചറിംഗ് വരും. കാരണം വി നീഡ് ടു ഇഫ് യു ഹാവ് ടു സ്ട്രക്ചർ തിങ്സ് യു ക്യാൻ യൂസ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ്. നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, write a paragraph using discourse markers that are used to structure things, or write a paragraph using structuring discourse markers. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതേണ്ടി വരും. Okay, so you need to know what discourse markers are, which discourse markers are used for structuring a paragraph, which are used to summing up or conclude a paragraph, which are used to sequence a paragraph or points, etc. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. 2 എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അതുകൂടെ നോക്കാം. ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ, ഇതാണ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഡിസ്കോഴ്സ് മാർക്കർ എന്ന് പറയുന്നത്. വലിയ 2 പാരഗ്രാഫ് ആണ്, ആകെ 3 ഡിസ്കോഴ്സ് മാർക്കേഴ്സേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. On the other hand, in the second example, there are one discourse marker in each, there is one discourse marker in each of the sentence. ഓരോ സെന്റൻസിലും ഓരോ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യരുത്. It is an example for excessive use of discourse marker. Example 2 is inappropriate use of discourse marker, while example 1 shows the appropriate use of discourse markers. ഡിസ്കോഴ്സ് മാർക്കേഴ്സ് പൊതുവെ ഇനീഷ്യൽ പൊസിഷൻ ആണ് എടുക്കുക. ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് വരിക. അതായത് ഹൗ എവർ, അല്ലെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ therefore ഒക്കെ പോലെ, ടു സം അപ്പ് എന്നതൊക്കെ പോലെ. സംടൈംസ് ഇറ്റ് ടേക്സ് ദ മിഡ് പൊസിഷൻ ഓൾസോ. ചിലപ്പോൾ മാത്രം ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ് പോലെയുള്ള ചില ഡിസ്കോഴ്സ് മാർക്കേഴ്സ് മാത്രം മിഡ് പൊസിഷൻ, നടുക്ക് വരാറുണ്ട്, ഒരു സെന്റൻസിന്റെ നടുക്ക് വരാറുണ്ട്. അതർവൈസ് ഇറ്റ് ഓൾവേസ് ടേക്സ് ദ ഇനീഷ്യൽ പൊസിഷൻ. ദെൻ കംപ്ലീറ്റ്നെസ് ഓഫ് സെന്റൻസ്. ഈ സ്ലൈഡിൽ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് തന്നെയാണ് ഇത്. വാട്ട് ഇസ് എ സെന്റൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ യു നീഡ് ടു റൈറ്റ് ഓൾ ദീസ് പോയിന്റ്സ്. സെന്റൻസ് എന്താണ്? ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് കണ്ടെയ്ൻ എ സബ്ജക്ട് ആൻഡ് എ വേർബ് ആൻഡ് എ കംപ്ലീറ്റ് ഐഡിയ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അതൊന്ന് വായിച്ചു നോക്കാം. ഒരു സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിന് സബ്ജക്ട് വേണം, വേർബ് വേണം, ഒരു കംപ്ലീറ്റ് ഐഡിയ വേണം. അതെങ്ങനെയാണ് അവസാനിക്കുന്നത്? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് എ പീരിയഡ്. ഒരു ഫുൾ സ്റ്റോപ്പ് ആണ്, എക്സ്ക്ലമേഷൻ പോയിന്റ് ഓർ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊക്കെ വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത്. സോ there are two things that you need to concentrate in this part. What is a dependent and independent clause? ഇതൊക്കെ ടെക്സ്റ്റ്, ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ടെക്സ്റ്റിലുണ്ട്, ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കാം. Completeness of a sentence is determined by its ability to stand alone. കംപ്ലീറ്റ് സെന്റൻസിനെ കുറിച്ച് നമ്മൾ തുടക്കത്തില് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സെന്റൻസ് പറയുമ്പോൾ ഒരു ഹോൾ ഐഡിയ, കംപ്ലീറ്റ് മീനിങ് തരാൻ കഴിയണം ആ സെന്റൻസിന്.
എന്നാൽ മാത്രമേ അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആവുകയുള്ളൂ എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ സെന്റൻസ് ഫ്രാഗ്മെന്റ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ completeness of sentence is identified by its ability to stand alone. അതായത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് സാരം. So what is an independent clause? A clause is a group of words. Clause എന്ന് പറയുന്ന ഒരു group of words ആണ്. An independent clause is a group of words that can stand alone and makes complete sense. അതായത് ഒരു complete sense ഉണ്ടാവുകയും ഒരു സബ്ജക്റ്റും വേർബും ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ it is an independent clause. Dependent clause on the other hand is a group of words that does not make complete sense. ഫ്രാഗ്മെന്റ്സിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡന്റ് ക്ലോസ് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ഓൾവേസ് ബി സപ്പോർട്ടഡ് ബൈ an independent clause. Dependent clause is also a group of words, but it doesn't make complete sense. If you have to complete the sense of a dependent clause, it needs to be supported by an independent clause. താഴത്തെ എക്സാമ്പിൾ നോക്കാം. When I was at school, ഇതാണ് ഇതിലെ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. When I was at school. When I was at school എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കംപ്ലീറ്റ് മീനിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ it needs to be supported by an independent clause. I used to sing patriotic songs. ഈ ഡിപ്പെൻഡന്റ് ക്ലോസിൽ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, വേർബ് ഇല്ല. വേർബ് വരുന്നത് സെക്കൻഡ് ഇൻഡിപെൻഡന്റ് ക്ലോസിലാണ്. Okay, I think it is clear. It is also called a subordinate clause. Dependent clause നെ subordinate clause എന്നും പറഞ്ഞു വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് എക്സസൈസ് വരുന്നത് you will be given a sentence and asked to identify independent clause and dependent clause. ഏതാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഏതാണ് ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് ചോദിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഒരു സെന്റൻസിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്തായാലും ഉണ്ടാവും, അല്ലാതെ സെന്റൻസ് ഇസ് നെവർ കംപ്ലീറ്റ്. Okay, but it could always consist of more than one independent clause and more than one dependent clause. ഒന്നോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടായിരിക്കാം. more than one independent clause. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡന്റ് ക്ലോസും ഉണ്ടായിരിക്കാം. പക്ഷേ ഡിപ്പെൻഡന്റ് ക്ലോസ് മാത്രമായിട്ട് ഒരു സെന്റൻസ് ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് സെന്റൻസ്, ഇറ്റ് വിൽ ഓൺലി ബി എ ഫ്രാഗ്മെന്റ് ഓഫ് എ സെന്റൻസ്. ഇതിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾസും നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ക്ലോസിനുള്ള എക്സാമ്പിൾ നോക്കാം. സരിത caught jaundice on her way to Mumbai. She suffered a lot and she recovered after a month. It has 3 independent clauses. ഇതിന് 3 ഭാഗങ്ങളുണ്ട്, 3ഉം ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഇതിനൊക്കെ 3 ഭാഗങ്ങൾക്കും ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ട്. സരിത caught jaundice, subject and verb, on her way to Mumbai. She suffered a lot. She is a subject, suffered is a verb. She recovered after a month. She is a subject, recovered is the verb. ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് കണ്ടുപിടിക്കാൻ അതിൽ സബ്ജക്റ്റും വേർബും ഉണ്ടോ എന്ന് നോക്കുകയാണ് നമ്മൾ ചെയ്യാം. Then diversifying sentences. We'll discuss diversifying sentences in the next class. നിങ്ങൾ ഇതുവരെ വായിക്കുക ടെക്സ്റ്റിൽ there are exercises given to you. You need to do those exercises. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ എക്സസൈസ് ഇട്ടിട്ടുണ്ട്, അതുകൂടെ ചെയ്യാം.